ഹലോ, ഇവിടെ ഇന്ന് സ്കൂൾ തുറന്നു കേട്ടോ. അപ്പോൾ മോൾക്ക് മാത്രമാണ് സ്കൂൾ തുറന്നത്. മോന് ജൂൺ 4-നാണ് സ്കൂൾ തുറക്കുന്നത്. അപ്പം ഞാനാണ് ഇന്ന് രാവിലെ കൊണ്ടുവിടാൻ വേണ്ടി പോയത്. ഞങ്ങളൊരു ഓട്ടോ ഒക്കെ വിളിച്ചിട്ടാണ് പോകുന്നത്. എന്തോ ഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് മഴയൊന്നും പെയ്തിട്ടില്ല രാവിലെ. അല്ലെങ്കിൽ ചിലപ്പം ചില ദിവസങ്ങളിലൊക്കെ കുറച്ച് മഴയൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും തണുപ്പുണ്ട് കേട്ടോ. പൊതുവെ ഒരു തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് ഞങ്ങൾ പോവാണ്. മോൻ വീട്ടിൽ തന്നെ ഉണ്ട്, ഉറങ്ങുന്നുണ്ട്. ഹസ്ബൻഡും ഉള്ളതുകൊണ്ട് അവർ രണ്ടുപേരെ അവിടെ ആക്കിയിട്ട് ഞങ്ങളാണ് പോകുന്നത്. ഇതേപോലെയുള്ള സിഗ്നലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടു കേട്ടോ. അപ്പം 8:30-ക്കാണ് സ്കൂൾ എത്തേണ്ടത്. എന്നാലും കുറച്ച് നേരത്തെ പോയി. ഏകദേശം ഒരു കിലോമീറ്ററിനടുത്ത് ദൂരമേ ഉള്ളൂ, ഒരു 800 മീറ്റർ ദൂരമേ ഉള്ളൂ സ്കൂളിലേക്ക്. പിന്നെ ഒരു ഷോർട്ട് കട്ടിന് അവർ പോവുകയാണ്. ഇനിയും ബ്ലോക്ക് ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഷോർട്ട് കട്ടിന് ഇങ്ങനെ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് ക്ലാസ്സിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഞാൻ മോളെ അവിടെ കൊണ്ടുവിട്ടതിന് ശേഷം പിന്നെ ഡ്രൈവിംഗ് ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ക്ലാസ് ഏകദേശമൊക്കെ തീരാനായിട്ടുണ്ട്. അപ്പം ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഞാൻ പോപ്പുലർ മാരുതിയിലാണ് പഠിക്കുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ ഡ്രൈവിംഗ് ക്ലാസ്. ഡ്രൈവിംഗ് സ്കൂൾ ഇവിടെയാണ്. അപ്പം ഡെയിലി എനിക്ക് ഈവനിങ് ഒരു 4 o'clock ക്ലാസ് തുടങ്ങാറുള്ളത്. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഈ മഴയാണല്ലോ, ഉച്ച കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും മഴയാണ്. പിന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയിട്ടോ. കാരണം ഹസ്ബൻഡ് ഓഫീസിൽ പോകാനുണ്ടായിരുന്നു. അപ്പം മോൻ തന്നെ ആവുകയും ചെയ്യും. പിന്നെ ഫുഡൊക്കെ റെഡിയാക്കാനുണ്ട്. ഒരു ഇതൊക്കെ ഞാൻ ആക്കി വെച്ചതിന് ശേഷമാണ് വന്നത്. ഞാൻ വളരെ നേരത്തെ തന്നെ ഇന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വീട്ടിൽ പോയി കുറച്ച് നേരം വർക്ക് ചെയ്തു. അതിന് ശേഷം പിന്നെ ഒരു 12 മണിയായപ്പോൾ ഞാൻ വീണ്ടും സ്കൂളിലേക്ക് ഇറങ്ങുവാണ്. സ്കൂളിൽ പോയിട്ട് ഇനി മോളെ കൂട്ടിയിട്ട് വരണം. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ 12:30 വരെയായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പം ഞാനൊരു 12 മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ സ്കൂളിൽ പോയി മോളെ കൂട്ടി തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.